ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SSLC ഫോക്കസ് ഏരിയ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, അതിലെ ഫോക്കസ് ഏരിയയുടെ ടോപ്പിക് റിവിഷനും അതോടൊപ്പം തന്നെ ഈ ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായി SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം വോളിയം ആൻഡ് പ്രഷർ, ഗ്യാസ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്യാസ് ലോസിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ അവഗാഡ്രോസ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ വോളിയം ആൻഡ് പ്രഷർ, ബോയിൽസ് ലോയും അതേപോലെ തന്നെ വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ചാൾസ് ലോയും മാത്രമേ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ദെൻ മോളുമായി ബന്ധപ്പെട്ട് ഗ്രാം അറ്റോമിക് മാസ്, 1 മോൾ ആറ്റം, മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലർ മാസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, 1 മോൾ മോളിക്യൂൾസ്, ഇത്രയും ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ടോപ്പിക്കും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, അതിനുശേഷം അതിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഗ്യാസ് ലോസിലെ ബോയിൽസ് ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബോയിൽസ് ലോ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് ബോയിൽസ് ലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വോള്യത്തിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോള്യം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ അക്വേറിയത്തിൽ ബബിൾസ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ആസ് ദ പ്രഷർ ഡിക്രീസസ് വോള്യം ഇൻക്രീസസ്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അഥവാ PV is equal to a constant. അഥവാ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P1 V1 is equal to P2 V2. മുമ്പൊക്കെ എക്സാമിന് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. എനിവേ സിമ്പിളാണ്. അതായത് P1 തരും, V1 തരും, P2 തരും, V2 കണ്ടുപിടിക്കാൻ പറയും. സോ V2 is equal to P1 V1 divided by P2. സംഭവം സിമ്പിളാണ്. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതാണ് ബോയിൽസ് ലോ. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്താലോ വോളിയം ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ഗ്യാസ് ലോ, ദാറ്റ് ഈസ് ചാൾസ് ലോ. ചാൾസ് ലോ നമുക്കറിയാം, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കോൺസ്റ്റന്റ് പ്രഷറിൽ വോള്യം ടെമ്പറേച്ചർ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്കറിയാം, ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് നമ്മൾ സണ്ണിൻ്റെ വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്പസമയം കഴിഞ്ഞ് നോക്കിയാൽ ബലൂൺ പൊട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആസ് ദ ടെമ്പറേച്ചർ റൈസസ് വോളിയം ആൾസോ റൈസസ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ വോളിയം റൈസ് ചെയ്യും. വോളിയം കൂടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ബലൂൺ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. സോ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു temperature in Kelvin scale. That means V by T is equal to a constant, that is V1 by T1 is equal to V2 by T2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ട് ചില അൺനോൺ പാരാമീറ്റർ തന്നിട്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് V is the volume and T is the temperature, then V by T will be a constant. V1 by T1 is equal to V2 by T2. അപ്പോൾ ഇത്രയും നമുക്ക് ഗ്യാസ് ലോസ് ആയിട്ട് പഠിക്കാനുള്ളൂ. ബോയിൽസ് ലോ P1 V1 is equal to P2 V2. ചാൾസ് ലോ V1 by T1 is equal to V2 by T2. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു മോളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാം അറ്റോമിക മാസ്. നമുക്കറിയാം, ഓരോ എലിമെൻറ്റിൻ്റെയും അറ്റോമിക മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 1, അതേപോലെ തന്നെ ഹീലിയം ഇസ് ഈക്വൽ ടു 4, അതേപോലെ ഓക്സിജൻ ഇസ് ഈക്വൽ ടു 16, നൈട്രജൻ ഈസ് 14 എന്ന് തുടങ്ങി അറ്റോമിക മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഇസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക മാസ്. അറ്റോമിക മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാം അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നത്. അഥവാ ഹൈഡ്രജൻ്റെ ഗ്രാം അറ്റോമിക മാസ് എത്രയാണ്, 1 ഗ്രാം, ഹീലിയം 4 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം. അതിനെ ഷോർട്ടായിട്ട് GAM എന്ന് വിളിക്കും, ഗ്രാം അറ്റോമിക മാസ്. സോ 1 GAM ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം, 1 GAM ഹീലിയം എന്ന് പറഞ്ഞാൽ 4 ഗ്രാം, 1 GAM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം, 2 GAM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 32 ഗ്രാം, 3 GAM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 48 ഗ്രാം. ക്ലിയർ?
The mass of an element in grams equal to its atomic mass is called gram atomic mass. അവരുടെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് പദാർത്ഥമായിക്കോട്ടെ അതെടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് GAM ഗ്രാം അറ്റോമിക മാസ്. 1 ഗ്രാം ആറ്റം എന്നും ഷോർട്ടായിട്ട് ഇതിനെ വിളിക്കാറുണ്ട്. GAM എന്ന് പറയുന്ന സംഭവം. ക്ലിയർ? ഗ്രാം അറ്റോമിക മാസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് 1 മോൾ ആറ്റം എന്നുള്ളതാണ്. ചിലർക്ക് ഈ മോൾ എന്ന് കേൾക്കുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരും, പക്ഷേ സിമ്പിൾ ടോപ്പിക്കാണത്. നമ്മൾ ഒരു ഡസൺ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ 12 ആപ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് 1 ഡസൺ ആപ്പിൾ. 36 ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡസൺ അത് 3 ഡസൺ ആപ്പിളാണത്. അഥവാ 36 ഡിവൈഡഡ് ബൈ 12 അത് എത്രയാണ് 3 ആണ്. 2 ഡസൺ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് 24 ആപ്പിൾ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. ആപ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിളാവും, വളരെ ഈസിയാണ്. അതേസമയം ആറ്റംസ് നമുക്കറിയാം വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. അത്രയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കോടാനുകോടി പാർട്ടിക്കിൾസ് ഉള്ള ആളാണ് ആറ്റം എന്ന് പറയുന്നത്. സോ 6.022 × 10⁻23 ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേര് 1 മോൾ. 12 എണ്ണത്തിനെ ഒരു ഡസൺ എന്ന് വിളിക്കുന്നത് പോലെ 6.022 × 10⁻23 ഉള്ള എന്തിനേയും നമ്മൾ എന്താ വിളിക്കുന്നത് 1 മോൾ. 1 മോൾ ആപ്പിൾ എന്ന് വിളിച്ചാൽ എന്താണ് 6.022 × 10⁻23 ആപ്പിൾ. 3 മോൾ ഓറഞ്ച് എന്ന് വിളിച്ചാൽ എന്താ 3 × 6.022 × 10⁻23 ഓറഞ്ചസ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതെന്താണ് 1 മോൾ ആറ്റം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആറ്റം ആണെങ്കിൽ 1 മോൾ ആറ്റം. ഇനി അത് മോളിക്യൂൾ നമ്മൾ പഠിക്കും, അന്നേരം അത് 1 മോൾ മോളിക്യൂൾ എന്ന് നമ്മൾ വിളിക്കും. ഇനി ആപ്പിൾ ആണെങ്കിലോ 1 മോൾ ആപ്പിൾ. അത്രയേ ഉള്ളൂ മോളുടെ കാര്യം. ഓക്കെ, അതിൽ വേറൊരു കാര്യം 1 GAM എന്തെടുത്തു കഴിഞ്ഞാലും അഥവാ 1 GAM ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം, 1 GAM ഓക്സിജൻ 16 ഗ്രാം എന്തെടുത്തു കഴിഞ്ഞാലും അതിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആറ്റംസ്. അവഗാഡ്രോ നമ്പർ നമ്മൾ വിളിക്കും. അവഗാഡ്രോ ആണത് കണ്ടെത്തിയത്. സോ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ് 1 GAM കാർബൺ ആണ്. അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും 6.022 × 10⁻23 അത്രയും ആറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും 1 മോൾ കാർബൺ ആറ്റം. ക്ലിയർ? 14 ഗ്രാം നൈട്രജൻ അതെന്താണ് 1 GAM നൈട്രജൻ. അതിലെത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട് 6.022 × 10⁻23 നൈട്രജൻ ആറ്റംസ് അഥവാ 1 മോൾ നൈട്രജൻ ആറ്റം. 16 ഗ്രാം ഓക്സിജൻ അതിലെത്ര ആറ്റംസ് ഉണ്ട് ഓക്സിജൻ ആറ്റംസ് ഉണ്ട് 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ് അഥവാ 1 GAM ഓക്സിജൻ അഥവാ 1 മോൾ ഓക്സിജൻ ആറ്റം. ക്ലിയർ അല്ലേ? അപ്പോൾ 6.022 × 10⁻23 ഉള്ള എന്ത് സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കും 1 മോൾ. 1 GAM എന്തെടുത്താലും ഓക്സിജൻ ആവട്ടെ നൈട്രജൻ ആകട്ടെ ക്ലോറിൻ ആവട്ടെ എന്തെടുത്താലും അതിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എത്രയാണ് 6.022 × 10⁻23. അതുകൊണ്ടാണ് അതിനെ 1 മോൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും എന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമുക്ക് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. CO2ൻ്റെ മോളിക്കുലാർ മാസ് കണക്ട് ചെയ്യാൻ കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 12 ആണ്, ഓക്സിജൻ 16 ആണ്. സോ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. സോ 1 × 12 പ്ലസ് 2 × 16 2 ഓക്സിജൻ ആറ്റം ഉണ്ട് 2 × 16. സോ എത്രയാണിത് വരിക 12 + 32 അഥവാ 44. സോ CO2ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ് 44. മോളിക്കുലാർ മാസ് കണ്ടെത്താൻ അതിലുള്ള ആറ്റംസിൻ്റെ ഓരോന്നിൻ്റെയും അറ്റോമിക് മാസുകൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം നമ്മൾ ആഡ് ചെയ്യുക. 44 ആണ് CO2ൻ്റെ മോളിക്കുലാർ മാസ്. നേരത്തെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തതിന് നമ്മൾ എന്താ വിളിച്ചത് ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM എന്ന് വിളിച്ചു. എന്നതുപോലെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്രാം മോളിക്കുലാർ മാസ്. അതിനെ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് വിളിക്കാം GAM എന്ന് വിളിക്കാം. 1 GMM നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 GMM CO2 എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ് 6.022 × 10⁻23 അഥവാ അവഗാഡ്രോ നമ്പർ. ക്ലിയർ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമുക്ക് എത്ര GMM ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ആസ് എൻ എക്സാമ്പിൾ ഇവിടെ നോക്കൂ. സപ്പോസ് നമുക്ക് 88 ഗ്രാം CO2 തന്നു എന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം 1 GMM CO2 എത്ര ഗ്രാമാണ് 44 ഗ്രാം. സോ 88 ഗ്രാം CO2 എന്ന് പറഞ്ഞാൽ എത്ര GMM ആണ് അല്ലെങ്കിൽ എത്ര മോൾസ് ആണ് 88 ഡിവൈഡഡ് ബൈ 44 എത്രയാണ് 2 മോൾസ് ഓഫ് CO2 അഥവാ 2 GMM ഓഫ് CO2. അതന്നെയല്ലേ ഇത്.
ഇവിടെ മോളുടെ കേസിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോൾ ആറ്റം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയും, മോൾ മോളിക്യൂൾ എന്നുള്ളത് എപ്പോഴും സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. ചിലപ്പോൾ സിമ്പിളായിട്ട് ഇതേപോലെ 2 moles ഓഫ് മോളിക്യൂൾസ് ഓഫ് CO2 ആണ് ആക്ച്വലി ഇത്, പക്ഷേ സിമ്പിളായിട്ട് എന്ത് പറയും 2 moles ഓഫ് CO2 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ആറ്റം ആണെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയും ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ആറ്റം മോൾസ് ഓഫ് ആറ്റംസ് എന്ന് പറയും. മോളിക്യൂൾസ് ആണെങ്കിൽ സിമ്പിളായിട്ട് ചിലപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എന്നേ പറയാറുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് എത്ര എന്ത് തന്നു കഴിഞ്ഞാലും ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. സപ്പോസ് 880 ഗ്രാം CO2 തന്നെന്ന് വിചാരിച്ചോളൂ. 880 ഗ്രാം CO2 തന്നിട്ട് എത്ര GMM അല്ലെങ്കിൽ എത്ര മോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 880 ഡിവൈഡഡ് ബൈ 44, 20 GMM, റൈറ്റ്? 20 GMM CO2 അഥവാ 20 moles ഓഫ് CO2. അപ്പോൾ ഇതാണ് ഗ്രാം മോളിക്കുലാർ മാസും അതേപോലെ തന്നെ നമ്മൾ GMMൻ്റെ എണ്ണം അല്ലെങ്കിൽ മോൾസിൻ്റെ എണ്ണം കണ്ടെത്തുന്ന രീതി. നെക്സ്റ്റ് 1 mol മോളിക്യൂൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഗതി തന്നെയാണ്. 6.022 × 10⁻23 മോളിക്യൂളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 mol മോളിക്യൂൾ. 1 GMM is equal to 1 mol is equal to 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉള്ള എന്തിനേയും നമ്മൾ വിളിക്കുന്നതാണ് 1 mol. ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അന്നേരം നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോളൂ. 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 400 ഗ്രാം CaCO3. 400 ഗ്രാം CaCO3യിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഗിവൺ മാസ് 400 ഗ്രാമാണ് നമുക്കറിയാം. CaCO3യുടെ മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ടില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരുവിധം കുട്ടികൾക്കൊക്കെ അത് അറിയാൻ മതി, അറിയുന്നവർക്ക് നേരെ ചെയ്യാം, അല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോളൂ. കാൽസ്യത്തിൻ്റെത് എത്രയാണ്? 40 ആണ്. കാർബൺ 12 ആണ്. 3 ഓക്സിജൻ ഉണ്ട്. സോ 3 × 16 എത്ര വരുന്നത്? 40 + 12 + 48 അഥവാ 100. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മോൾസ്. ക്ലിയർ അല്ലേ? 2018 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സിമ്പിൾ. 400/100 4 മോൾ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2018 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. വാട്ട് ഈസ് ഗ്രാം അറ്റോമിക മാസ്? Atomic mass expressed in gram is called gram atomic mass. Atomic mass expressed in grams is called gram atomic mass. അല്ലെങ്കിൽ atomic mass equal to atomic mass expressed in grams. Atomic mass in grams equal to its atomic mass is also called gram atomic mass. Then അവിടെ ചോദിച്ചിട്ടുണ്ട് calculate the following. How many gram atoms of sodium is present in 115 gram sodium? എത്ര GAM സോഡിയം ഉണ്ട് 115 ഗ്രാമിൽ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം നമ്പർ ഓഫ് GAM ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 115 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 23. എത്രയാണത്? 5 GAM. ക്ലിയർ? 5 GAM സോഡിയം. 230ൻ്റെ ഹാഫാണ് 115. സി ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മാസ് ഓഫ് 5 ഗ്രാം ആറ്റംസ് ഓഫ് കാൽസ്യം. 5 GAM കാൽസ്യത്തിൻ്റെ മാസാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. GAM ഓഫ് കാൽസ്യം എത്രയാണ്? അവിടെ തന്നിട്ടുണ്ട് 40. സോ 5 GAM ഈസ് ഈക്വൽ ടു 5 × 40 എത്രയാണ്? 200 ഗ്രാം. GAM പറഞ്ഞുകൊണ്ട് അവിടെ ഗ്രാമിൽ അത് എക്സ്പ്രസ് ചെയ്യണം. സോ 5 ഗ്രാം ആറ്റംസ് ഓഫ് കാൽസ്യത്തിൻ്റെ മാസ് എത്രയാണ്? 5 × 40 200 ഗ്രാം. സപ്പോസ് 10 GAM ആണ് ചോദിച്ചെങ്കിൽ 10 × 40 400 ഗ്രാം. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1 ആൻഡ് ഓക്സിജൻ ഈസ് 16. കാൽക്കുലേറ്റ് ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് O2. O2ൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? O2ൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 2 × 16 അവിടെ തന്നിട്ടുണ്ട്. സോ എത്രയാണ്? 32 ഗ്രാം. ദെൻ ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ 60 ഗ്രാം ഓഫ് O2?
16 ഗ്രാം O2 എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. മോൾസ് അല്ല ചോദിച്ചത്, മോളിക്യൂൾസ്. ആദ്യം നമുക്ക് മോൾസ് കണ്ടെത്താലോ, എന്നിട്ട് അതിനെ 6.022 × 10⁻23 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടിയില്ലേ. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു given mass 16 divided by molecular mass 32 എത്രയാണത് 1/2 അഥവാ 0.5 അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് അപ്പോൾ എന്തുണ്ടാവും 1/2 into 6.022 into 10⁻23 അഥവാ ഹാഫ് ഇൻറ്റു NA അല്ലെങ്കിൽ 3.011 into 10⁻23. ഇതിലേത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ഹാഫ് മോളേ ഉള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ 16 ഗ്രാം എന്ന് പറയുമ്പോൾ 1 മോളാന്ന് തെറ്റിദ്ധരിക്കും, 16/16 1 എഴുതി വെക്കും. ദാറ്റ്സ് റോങ്. ഇവിടെ മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് A ക്വസ്റ്റ്യനിൽ തന്നെ ഓക്സിജൻ മോളിക്കുലാർ മാസ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ. 2017 ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. 22.4 ലിറ്റർ ഓഫ് CO2 ഗ്യാസ് അറ്റ് STP. STPയിലെ വോള്യൂമായിട്ടുള്ള റിലേഷൻ ഇപ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും നമുക്കറിയാം STPയിൽ എന്ത് സാധനം 1 മോൾ എടുത്താൽ അത് എത്ര ലിറ്റർ ഉണ്ടായാലും 22.4. സോ അത് എത്ര മോൾ ഉണ്ട്, 1 മോൾ ഉണ്ട്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 6.022 into 10⁻23. 6.022 into 10⁻23. Then അടുത്തത് നോക്കൂ, 4 gram of H2. 4 gram of H2. H2ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്, 2 ആണ്. സോ 4/2 എത്ര മോൾസ് ഉണ്ട്, 2 മോൾസ് ഓഫ് H2. സോ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 2 into Na. 2 into 6.022 into 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ്. ക്ലിയർ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചത്. 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്, മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്, തെറ്റിപ്പോകരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ ഫോളോയിങ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 318 gram of Na2CO3. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ആദ്യം നമ്മൾ Na2CO3ൻ്റെ മോളിക്കുലാർ മാസ് കണ്ടെത്തണം, എന്നിട്ട് ഗിവൺ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മോളിക്കുലാർ മാസ് എത്രയാണ് വരുന്നത്, Na2CO3. എല്ലാത്തിനും ആറ്റോമിക് മാസ് അവിടെ തന്നിട്ടുണ്ട്. സോ 2 × 23 പ്ലസ് 12 പ്ലസ് 3 × 16. ദാറ്റ് ഈസ് 2 × 23 46 പ്ലസ് 12 പ്ലസ് 48 106. Na2CO3ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്, 106. ഗിവൺ മാസ് എത്രയാണ്, 318. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, നമ്മളോട് ചോദിച്ചത് മോളിക്യൂൾസ് ആണ്. മോൾസിൻ്റെ എണ്ണം കിട്ടിയിട്ട് എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. സോ 318 ഡിവൈഡഡ് ബൈ 106 ഇസ് ഈക്വൽ ടു 3 മോൾസ്. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് വരുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 3 into Na. ക്ലിയർ? ഓക്കെ. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്പർ ഓഫ് മോൾസ് ഇൻ 85 gram NH3. അവിടെ മോൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. 85 gram NH3. ആദ്യം നമുക്ക് NH3യുടെ മോളിക്കുലാർ മാസ് കണ്ടെത്താം. എത്രയാണ്, 14 പ്ലസ് 3 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 gram. ഗിവൺ മാസ് എത്രയാണ്, നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 85 ഡിവൈഡഡ് ബൈ 17 എത്രയാണ്, 5 മോൾസ്. മോളിക്യൂൾസിൻ്റെ എണ്ണം അവിടെ ചോദിച്ചിട്ടില്ല, അവിടെ മോൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചത്, 5 മോൾസ്. ക്ലിയർ? ഓക്കെ. സോ അവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് ഇൻ 85 gram NH3. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്ന് നോക്കൂ. Atomic mass of nitrogen is 14. Which of the following sample contain 6.022 into 10⁻23 nitrogen atoms? നൈട്രജൻ്റെ ആറ്റോമിക് മാസ് 14 തന്നിട്ടുണ്ട്. 6.022 into 10⁻23 നൈട്രജൻ ആറ്റം താഴെ തന്നിരിക്കുന്ന ഏത് സാമ്പിളാണ്? നോ ഡൗട്ട് ഏതാണ്, 14 gram നൈട്രജൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 14 gram നൈട്രജനിൽ തന്നെ എത്രയും മോൾസ് ഉള്ളത്,
മീൻസ് 1 മോൾ ഉള്ളത് 6.022 × 10⁻23 ആറ്റംസ് ഉള്ളത്. ഇവിടെ 7 ഗ്രാം നൈട്രജൻ തന്നിട്ടുണ്ട്. 7 ഡിവൈഡഡ് ബൈ 14 എത്രയാണ്? ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു 6.022 × 10⁻23 നൈട്രജൻ ആറ്റം. ഇവിടെ 28 തന്നിട്ടുണ്ട്. 28/14 2 ഇൻറ്റു 6.022 × 10⁻23 നൈട്രജൻ ആറ്റം. 1 ഗ്രാം തന്നിട്ടുണ്ട്. 1/14 ഇൻറ്റു 6.022 × 10⁻23. സോ ഏതിലാണുള്ളത്? 14/14 14 ഗ്രാം നൈട്രജനിലാണ് 6.022 × 10⁻23 നൈട്രജൻ ആറ്റംസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുള്ള ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സം സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ, ചൂസ് ദ കറസ്പോണ്ടിങ് ലോസ് ഫ്രം ദ ബോക്സ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എ ബലൂൺ പ്ലേസ്ഡ് ഔട്ട്സൈഡ് വിൽ ബേസ്റ്റ് ആഫ്റ്റർ സം ടൈംസ് ഡ്യൂ ടു സൺലൈറ്റ് എക്സ്പോഷർ. വെയിലത്ത് വെച്ചാൽ ബലൂൺ പൊട്ടുന്നു, ഒരു സംശയമില്ല. ഏതാണത്? ചാൾസ് ലോ. നമ്മൾക്ക് തൊട്ടുമുമ്പ് പഠിച്ചിട്ടുള്ള സംഗതിയാണ് ചാൾസ് ലോ. ഇനി സൈസ് ഓഫ് എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ടോപ്പ് ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. ബബിൾസ് അക്വേറിയത്തിൽ നിന്ന് ബബിൾ മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഏത് ലോ ആണ്? ബോയിൽസ് ലോ. നമുക്കറിയാം P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയും, വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് 2020 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോളിക്കുലാർ മാസ് ഓഫ് മെഥൈൻ ഈസ് 16. മാസ് ഓഫ് 1 GMM ഓഫ് CH4. 1 GMM എത്ര ഗ്രാം ഉണ്ടാവും? 16 ഗ്രാം. 16 മോളിക്കുലാർ മാസ് എങ്കിൽ അതിൻ്റെ GMM എത്രയാണ്? 16 ഗ്രാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ ഇൻ 160 ഗ്രാം ഓഫ് CH4. 160 ഗ്രാം ഓഫ് CH4 എത്ര മോൾസ് ഓഫ് മോളിക്യൂൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. മോൾസിൻ്റെ എണ്ണല്ലേ ചോദിച്ചത്, മോൾസ് ഓഫ് മോളിക്യൂൾസ്. സോ ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രയാസം ഉണ്ടോ? ഗിവൺ മാസ് 116 ഡിവൈഡഡ് ബൈ 16 എത്ര മോൾസ് ഉണ്ട്? 10 മോൾസ്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് 10 ഇൻറ്റു Na. 10 into 6.022 into 10⁻23. Then C question നോക്കൂ. Find the mass of 5 into 6.022 into 10⁻23 molecules of CH4. ഇവിടെ മോളിക്യൂൾസിൻ്റെ എണ്ണം തന്നിട്ട് മാസാണ് ചോദിച്ചത്. 5 മോളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 5 into 6.022 into 10⁻23 എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 5 മോളാണ്. 1 മോൾ CH4ൻ്റെ മാസ് എത്രയാണ്? നമ്മൾ കണ്ടെത്തിയതാണ് 16 ഗ്രാം. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ 5 മോളിന് എത്രയാണ്? 5 ഇൻറ്റു 16 80 ഗ്രാം. ക്ലിയർ? 80 ഗ്രാം. സോ 80 ഗ്രാം CH4ലാണ് എന്തുണ്ടാവുക? 5 ഇൻറ്റു 6.022 × 10⁻23 CH4 മോളിക്യൂൾസ് ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ. ദെൻ 2020 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം: മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18. മാസ് ഓഫ് 1 GMM ഓഫ് H2O എത്ര ഗ്രാമാണ്? 1 GMM H2O എത്ര ഗ്രാമാണ്? 18 ഗ്രാം. 18 അവിടെ തന്നതല്ലേ. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ 180 ഗ്രാം ഓഫ് വാട്ടർ. നമ്മളിപ്പം ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ. ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താം. അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 180 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 18 ഈക്വൽ ടു 10 മോൾസ്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? നമ്പർ ഓഫ് മോളിക്യൂൾസ് is equal to 10 into Na. 10 into Na. Clear? Then അടുത്തത് 2020 തന്നെ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെയാണ്. The relation between volume and temperature of a gas at constant pressure and the number of moles of molecules is given the table. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ തന്നിട്ടുള്ള റിലേഷന് വിയും ടിയും തമ്മിലുള്ള റിലേഷനാണ്. ഏതാണ് ലോ? വിയും ടിയും. V/T = a കോൺസ്റ്റന്റ്. ഏതാണ് ലോ? ചാൾസ് ലോ ആണ്. നമുക്കറിയാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് P ആൻഡ് Q. പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ കാണാം. ചാൾസ് ലോ നമുക്കറിയാം 600/300 2 ആണ്. V/T കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ 400 ഇവിടെ എത്ര ആയിരിക്കും? 200 2 ആവും. ഇവിടെ 500 ആണെങ്കിൽ ഇവിടെ 1000 1000/500 2. ഏതാണ് ലോ? ഏതാണ്? ചാൾസ് ലോ. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ കണ്ടെത്തിയ 2 മാർക്ക്. ഇവിടെ നമ്മൾക്ക് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം V1/T1 = V2/T2. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. V/T = a കോൺസ്റ്റന്റ് നമുക്ക് അറിയുന്നതല്ലേ. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ കുട്ടികൾ എന്താ വെച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മോൾ കൺസെപ്റ്റിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാകും ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് SSLC പരീക്ഷയിൽ ചോദിച്ചു വരുന്നത്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ബൈ.